സ്നേഹവും വിശ്വാസവും പരസ്പരമുള്ള ധാരണയൊക്കെ ആളടുത്തുണ്ടെങ്കിലേ ഉള്ളൂ. എത്ര വലിയ സ്നേഹമാണെങ്കിലും ഭർത്താവ് ഒന്ന് മാറി നിന്ന് നോക്കട്ടെ, അപ്പൊ കാണാം ചില ഭാര്യമാരുടെ ലീലാവിലാസങ്ങള്. നീ ഇത് ആരുടെ കാര്യ പറയുന്നേ? ആ, ഭർത്താവ് ഗൾഫില്, പിന്നൊരു മോനുണ്ട്. ഭാര്യ കാമുകന്റെ കൂടെ ഒളിച്ചോടിയെന്നൊരു വാർത്ത കണ്ടു. അതിപ്പോ ഇവിടെ പറയാൻ കാരണം? അല്ല, പൊന്നാണ് പഞ്ചാരയാണെന്നൊക്കെ പറയുന്നവരുടെ തനിനിറ ഇതാണെന്ന് പറയുമായിരുന്നേ. നീ വളഞ്ഞു കിടന്ന് മൂക്കി പിടിക്കാൻ നോക്കണ്ട. നീ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്കറിയാം. ആരെ ഉദ്ദേശിച്ച പറഞ്ഞെന്നും അറിയാം. അറിയാലോ. അപ്പൊ എനിക്ക് അമ്മയോട് ചോദിക്കാലോ, ഈ കാണിക്കുന്നൊക്കെ ശരിയാണോന്ന്? എടി, നിനക്ക് എന്താ നിന്റെ പ്രശ്നം? നീ ആദ്യം അത് പറ. വെഡിങ് ആനിവേഴ്സറിയുടെ പേരിലെ കുഞ്ഞേച്ചി ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെ കുടുംബമായിട്ട് താമസിക്കുന്നവർക്ക് ചേർന്നതാണോ? ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോന്നറിയാതെ വേറെ ഒരു ഡ്രൈവറെ, അതും ഒരു ഭൂലോക റൌഡിയെ വിവാഹം ചെയ്യുന്നത് പോലെ അഭിനയിക്കുക. അമ്മ ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുന്ന കാര്യമാണോ? കളക്ടറാണെന്നും പറഞ്ഞ് എന്ത് കാണിക്കാന്നാണോ? എടി, ഇതൊക്കെ ശാലിനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്നതാണോ? അവളുടെ അവസ്ഥ ഇതായി പോയില്ലേ? രാഘവേട്ടന്റെ അസുഖത്തിന്റെ ഭാഗമായിട്ട് എല്ലാരും കൂടി അറിഞ്ഞുകൊണ്ടൊരു നാടകം. അത്ര മാത്രമായിട്ട് അതിനെ കണ്ടാ മതി. കൂടുതൽ വേണ്ടാത്ത അർത്ഥങ്ങൾ കൊടുത്ത് നീ അതിനെ മോശപ്പെട്ട സംഭവമാക്കിയൊന്നും മാറ്റണ്ട. ഓ, അത് ശരി. ഇപ്പൊ എനിക്കായ കുറ്റം. ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും ഒക്കെ നിരപരാധികള്, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരും മോശക്കാരിയായല്ലേ? അല്ലെങ്കിലും എനിക്കറിയാം ഇതൊക്കെ ഇങ്ങനെ വരൂന്ന്. എന്ത് മാനം പോകുന്ന പണി കാണിച്ചാലും അമ്മ കുഞ്ഞേച്ചിയെ സപ്പോർട്ട് ചെയ്തല്ലേ പറയൂ. അതിന് കാരണമുണ്ട്. ശാലിനിക്ക് നിന്റെ മനസ്സിന്റെ അത്രയും കുശുമ്പും കുന്നായ്മയും ഇല്ല. അവൾ അന്നും ഇന്നും എന്നും വിഷ്ണുവിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അവളുടെ ലോകത്തെന്നും വിഷ്ണു മാത്രമേ ഉള്ളൂ. അത് ശരിക്കും അറിയാവുന്നത് കൊണ്ടാ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നതും അവക്ക് വേണ്ടി വാദിക്കുന്നതും. പിന്നെ ശിവനുമായിട്ടുള്ള വിവാഹ വാർഷികത്തിന്റെ കാര്യം, ഈ സിനിമയിലും നാടകത്തിലൊക്കെ ഇതുപോലെ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അഭിനയമാണെന്ന് കരുതി അങ്ങ് വിട്ടുകളയല്ലേ ചെയ്യുന്നത്, അല്ലാതെ അതിന്റെ പേരിൽ കുടുംബം തകർത്ത് കളയാ. ഇപ്പൊ എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി ഇതിനൊരു വിശദീകരണം അമ്മ തരുകയും വേണ്ട. ഈ കള്ളക്കളികളെല്ലാം നടത്തുന്നത് അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെ അല്ലേ? അതേടി, അതെ. അതിനിപ്പോ എന്തോ കുഴപ്പം? ശിവന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്താലോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ എന്റെ മകളുടെ മാനം ഒന്നും ഇടിഞ്ഞു പോകില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്.